കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അപകടകരമായ ഒരു ഭേദഗതിയാണ് എന്ന് നമ്മളിൽ കാണേണ്ടത്. BJP ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എല്ലാ കാലത്തും അകറ്റി നിർത്താനും അവരെ ഒറ്റപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നമ്മളിത് കാണേണ്ടത്. FCRA വലിയ അപകടകരമാണ് എന്ന് പറയുമ്പോൾ ജോർജ് കുര്യൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി, അത് അത്രയൊന്നും ഭയക്കാനില്ല എന്ന്. യഥാർത്ഥ ജോർജ് കുര്യൻ ആളുകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ നിരന്തരമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന BJP തന്നെയാണ് ഞങ്ങൾ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്ത പിതാക്കന്മാരൊക്കെ ഇപ്പം റീതിങ്ക് ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ് ഇത് നമ്മളിൽ പറയേണ്ടതുള്ളത്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ഈ FCRA വളരെ ഗൗരവകരമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഈ FCRA ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയാണ്. കാരണം ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള അനവധി ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളെ ശരിക്കും ബാധിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കുന്ന രീതിയിലേക്കുള്ള നീക്കമാണ് ഈ FCRA ഭേദഗതിയിലൂടെ ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് സത്യമാണ്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ FCRA ഭേദഗതിയെ എങ്ങനെ നോക്കിക്കാണുന്നു? FCRA ഭേദഗതി യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അപകടകരമായ ഒരു ഭേദഗതിയാണ് എന്ന് നമ്മളിൽ കാണേണ്ടത്. കാരണം രാജ്യത്ത് നേരത്തെ തന്നെ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ചില നീക്കങ്ങൾ പലതരത്തിൽ നിന്നും സർക്കാർ ആരംഭിച്ചിരുന്നു. BJP ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എല്ലാ കാലത്തും അകറ്റി നിർത്താനും അവരെ ഒറ്റപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നമ്മളിത് കാണേണ്ടത്. മുസ്ലിങ്ങളെയും പാർസികളെയും ക്രിസ്ത്യാനികളെയും പോലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ FCRA നിയമ ഭേദഗതിയിലൂടെ ഏറ്റവും കൂടുതൽ കഴുത്ത് ഞെരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നുള്ളതാണ്. ഈ FCRA പിൻവലിക്കണം, അല്ലെങ്കിൽ FCRA വലിയ അപകടകരമാണ് എന്ന് പറയുമ്പോൾ ജോർജ് കുര്യൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി, അത് അത്രയൊന്നും ഭയക്കാനില്ല എന്ന്. യഥാർത്ഥ ജോർജ് കുര്യൻ ആളുകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജോർജ് കുര്യൻ എന്നുള്ള ഒറ്റ ഒരു ആൾക്ക് മന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കുകയും അദ്ദേഹത്തെ ഒരു കേന്ദ്ര സഹമന്ത്രിയെ പ്രഖ്യാപിക്കുകയും ചെയ്തതിലൂടെ എല്ലാ ക്രിസ്ത്യാനികളെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് BJP കുറച്ചു കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കണ്ണന്താനം മന്ത്രിസഭയിൽ അംഗമാവുന്നു. കണ്ണന്താനം മന്ത്രിസഭയിൽ അംഗമാവുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെയൊന്നുമല്ല, മറിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ്. കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ മറ്റ് സ്റ്റേറ്റ് പോലെയല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ വലിയ വോട്ട് ബാങ്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വെറും ഹിന്ദു വോട്ട് കൊണ്ട് മാത്രം BJPക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ BJP ക്രൈസ്തവരോട് അടുക്കുകയും മുസ്ലിങ്ങളോട് അകലുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. നമുക്കറിയാം, മധ്യകേരളത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്തണമെങ്കിൽ ക്രിസ്ത്യാനികൾ കൂടെ നിന്നേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഷോൺ ജോർജിനെയും ജോർജ് കുര്യനെയും PC ജോർജിനെയൊക്കെ അവർ കൂടെ കൂട്ടി ഈ നിലപാട് നേരത്തെ തന്നെ ഉണ്ട്. വാജ്പേയി സർക്കാരിന്റെ കാലം തൊട്ടേ തന്നെ PC തോമസിനൊക്കെ കേന്ദ്രമന്ത്രിയാക്കി ക്രിസ്ത്യാനികളെ കൂടെ നിർത്താനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ രാജ്യത്താകമാനം ഉള്ള ഈ BJPക്കാരും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളും നിരന്തരമായി ഈ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടത്തുന്നു, പലതരത്തിലുള്ള പള്ളികൾ ആക്രമിക്കുന്നു, മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് പല വൈദികരെയും കന്യാസ്ത്രീകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ ഇടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. നിരന്തരമായി കേരളത്തിന് പുറത്തുള്ള ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ നിരന്തരമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന BJP തന്നെയാണ് ഞങ്ങൾ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടുകൂടിയും ധൈര്യത്തോടുകൂടിയും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുന്നത്. ഈ വിദേശ സംഭാവനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈവരിച്ച പുരോഗതിയാണ് കേരളം ഇന്ന് നേടിയിരിക്കുന്ന വലിയ പുരോഗതി എന്ന് നമ്മൾ കാണണം. നമ്മളിപ്പോൾ പറയാറുണ്ട്, കേരളത്തിൽ നോക്കൂ, ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് പല ഇതിലും വലിയ പുരോഗതി ഉണ്ടായി. ഈ പുരോഗതിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? ഈ പുരോഗതിയൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇവിടെ നിന്നും വിദേശത്തേക്ക് ജോലിക്കൊക്കെ പോയ നിരവധി മലയാളികൾ, അമേരിക്കയിലും യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയ നിരവധി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളായ നമ്മുടെ സഹോദരങ്ങൾ നൽകിയ സംഭാവനകളുടെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ കിളച്ചെടുത്തതൊന്നല്ലല്ലോ ഈ പണമെന്നും. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട
ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ചില കോൺക്രിയേഷൻസ് ഉണ്ട്, ക്രിസ്ത്യൻ കോൺക്രിയേഷൻസ്. ഇപ്പോൾ CMI പോലെ, അല്ലെങ്കിൽ MCBS പോലെ, അല്ലെങ്കിൽ സെൻറ്റ് പാട്രിക് പോലെ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ CMAയുടെ കീഴിലാണ് രാജഗിരി വരുന്നത്, CMAയുടെ കീഴിലാണ്. ഈ CMAയുടെ കീഴിൽ ഒരുപാട് സ്കൂളുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. എനിക്ക് തോന്നുന്നു കോളേജുകൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം FCRA പെർമിഷൻ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് പുനഃപരിശോധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതുക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ അമെൻമെന്റ് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം ഇതിന്റെ പിന്നിലില്ലേ? ഇപ്പം ഞാൻ ഇതിൽ ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ FCRA ഈ പുതിയ നിയമ ഭേദഗതിയിലൂടെ ഇപ്പൊ നേരത്തെ തന്നെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നത് ട്രസ്റ്റുകളും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ വിദേശ സഹായം. ഇപ്പം നിരവധിയായ ട്രസ്റ്റുകളുണ്ട് കേരളത്തിൽ. ഇപ്പം നമ്മളിപ്പം രാജ്യത്താകമാനം 40,000-ലേറെ ട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 22 കോടി രൂപയോളം ഏറെക്കുറെ സംഭാവനകൾ ഇവർക്കൊക്കെ ലഭിച്ചിരുന്നു. ഇത് 22,000 കോടി രൂപ ഒരു വർഷം വിദേശത്തു നിന്നും സംഭാവനയായി വഹിച്ചുകൊണ്ട് ഇത് കേരളത്തിൽ വരുന്നത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ കണക്കാക്കാം. കാരണം അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ചില നറേറ്റീവ് ഉണ്ടായ സമയത്ത് തന്നെ നിരവധി ഈ സംഘങ്ങളുടെ അതുപോലെ തന്നെ ഈ സംഘടനകളുടെയൊക്കെ ഈ FCRA ഇവർക്ക് വിദേശ സഹായം ലഭിക്കാനുള്ള അക്കൗണ്ടുകൾ പൂട്ടിച്ചു, ലൈസൻസ് റദ്ദാക്കി എന്നുള്ളതാണ്. ഈ 5 വർഷത്തിലൊരിക്കലാണ് ഈ ലൈസൻസ് പുതുക്കേണ്ടത്. ഈ 5 വർഷത്തിലൊരിക്കൽ ലൈസൻസ് പുതുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നിരവധിയായ ചട്ടലംഘനങ്ങൾ ആരോപിച്ചുകൊണ്ട് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ലൈസൻസ് പുതുക്കാതിരിക്കാം. ഇങ്ങനെ ലൈസൻസ് പുതുക്കാതിരിക്കുന്ന പിന്നീടുണ്ടാകുന്ന സ്ഥാപനങ്ങളുടെ സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം അതിൻ്റെ ആസ്തികൾ പൂർണ്ണമായും കണ്ടുകെട്ടാനുള്ള അധികാരമാണ് പുതിയ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിലേക്ക് വരുന്നത്. അപ്പം കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥാപനം ലക്ഷ്യമിട്ടാൽ 5 വർഷം കഴിഞ്ഞ് അവരെ ലൈസൻസ് പുതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈസൻസ് പുതുക്കാൻ ഇനി സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും, അങ്ങനെ വന്നാൽ തീർച്ചയായും പിന്നീട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ സ്ഥാപനം പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് പിടിച്ചെടുക്കൽ മാത്രമല്ല, അവർക്ക് വേണമെങ്കിൽ അത് വിൽപ്പന നടത്താനുള്ള അധികാരം പോലും ലേലത്തിൽ വെച്ച് അത് വിൽപ്പന നടത്താനുള്ള അധികാരം പോലും വരുന്നു ഈ ഭേദഗതിയിലൂടെ എന്നുള്ളതാണ്. അപ്പം ഈ കേന്ദ്ര സർക്കാർ തന്നെ ഈ ലൈസൻസ് പുതുക്കാതിരിക്കുന്നു, പിന്നീട് കേന്ദ്ര സർക്കാർ അത് പിടിച്ചെടുക്കുന്നു, പിന്നെ സർക്കാരിന് അത് അവരുടെ സഞ്ചിത നിധിയിലേക്ക് അത് മുതൽക്കൂട്ടാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഉള്ള പ്രവർത്തനം വരുന്നു. അപ്പോൾ ഏത് സ്ഥാപനം വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന് ഈ ചട്ട ഭേദഗതിയിലൂടെ പിടിച്ചെടുക്കാം. കോടതിയിൽ പോകാൻ പറ്റില്ല, ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള നിയമ ഭേദഗതിയാണ് ഇപ്പോൾ വരുന്നതെന്നാണ് നമ്മൾ കാണേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായും വരുതിയിലേക്കൂടെ, അതായത് നമ്മുടെ കൂടെ നിൽക്കുന്നവന് മാത്രമേ ലൈസൻസ് പുതുക്കി കൊടുക്കുള്ളൂ എന്നും, നമ്മളെ എതിർക്കുന്ന കക്ഷികൾക്ക് ആർക്കും ഞങ്ങൾ ലൈസൻസ് പുതുക്കി കൊടുക്കില്ലെന്നും, സ്വാഭാവികമായും അവരുടെ ആസ്തിയും പണവും എല്ലാം അതായത് പണം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം അവർ മരവിപ്പിക്കും, അതുപോലെ തന്നെ അവരുടെ വസ്തു അവർ പൂർണ്ണമായും പിടിച്ചെടുക്കും. ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ മോദി ഇപ്പം പാലായിൽ വരുന്ന പ്രസംഗിക്കാൻ വേണ്ടി വരും, ഷോൺ ജോർജിന് വേണ്ടി പ്രസംഗിക്കാൻ വരുവാണ്. അപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്നത് എന്താണ്, കേരളത്തിലെ ക്രൈസ്തവർ പൂർണ്ണമായും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്നതാണ്. ജോർജ് കുര്യനും പറയുന്നത് എന്താണ്, കാഞ്ഞിരപ്പള്ളി ഞാൻ ജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പൂഞ്ഞാറിലെ സിംഹമായ PC ജോർജും പറയുന്നത് എന്താണ്, കേരളത്തിൽ അമ്മമാരും കുട്ടികളൊക്കെ BJPയെ അങ്ങ് നെഞ്ചിലേറ്റിയിരിക്കുന്നു. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, കാരണം പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രഥമ പൗരനുണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ പാലക്കാർക്ക് ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഒരു പുതിയ കാഴ്ചയൊന്നും അല്ലല്ലോ. 1980കളിൽ ഇന്ദിരാഗാന്ധി വന്നിട്ടുള്ള സ്ഥലമാണ് പാല എന്ന് പറയുന്നത്. അതുകൂടാണ്ട് നേവിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് കുരിശുപള്ളിയുടെ മുകളിൽ കുരിശ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ പാല എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും പാലക്കാർക്ക് ഒരു പുതുമയല്ല. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FCRA എന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, അതായത് ഡൽഹിയുടെയൊക്കെ ഹൃദയഭൂമിയിൽ, അതുകൂടാതെ ക്രൈസ്റ്റ് കോളേജൊക്കെ ഇരിക്കുന്ന ബാംഗ്ലൂർ സിറ്റി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കോടാനുകോടി രൂപയുടെ ആസ്തിയാണ് ക്രിസ്ത്യൻ സഭയ്ക്കുള്ളത്. ഇതൊക്കെ വിദേശ ഫണ്ട് കൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് മൂവ്മെന്റ് തന്നെയാണ് ഈ FCRA നിയമ ഭേദഗതി എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ കത്തോലിക്ക സഭ തിരിച്ചറിയാത്ത പക്ഷം വലിയ അപകടത്തിലേക്കായിരിക്കും അവർ പോവുക. അല്ല, കത്തോലിക്ക സഭയെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പൊ സീറോ മലബാർ സഭ തന്നെ, ചങ്ങനാശ്ശേരി രൂപത അധ്യക്ഷനൊക്കെ ഇത് വളരെ പ്രകടമായ ഇതിപ്പോ കല്ലറങ്ങാട്ട് പിതാവ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി.
നമ്മളിൽ കാണേണ്ടത് ഈ സഭയുടെ മാത്രം പ്രതിഷേധമല്ല ഇതിൽ ഉണ്ടാവേണ്ടതെന്നാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം സിബി, ഈ ക്രൈസ്തവ സഭകൾ സ്ഥാപിച്ച സ്കൂളുകളുടെയും അതുപോലെ തന്നെ ആതുരാലയങ്ങളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും വെറും ക്രൈസ്തവർ മാത്രമല്ല, ഏതെങ്കിലും സ്കൂളിൽ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ടോ? അതല്ല, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻസ്, ബിസിനസ്സുകാർ, ഇവരൊക്കെ പഠിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥലത്താണ്. ഇപ്പം ഞങ്ങളുടെ മുംബൈയിലുള്ള സെന്റ് സേവിയേഴ്സ്, അതോടൊപ്പം തന്നെ ഡൽഹിയിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജ്, ഇവിടങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്നതെല്ലാം ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ മക്കളും ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളും വലിയ പൊളിറ്റീഷ്യൻസും ഒക്കെ അവിടെ നിന്ന് പഠിച്ചു ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നേ. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഈ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പുരോഗതിക്കൊക്കെ ശരിക്കും അങ്ങനെ ഒരു വലിയ വിദ്യാഭ്യാസ പുരോഗതിക്കില്ല, ഇന്ത്യയുടെ തന്നെ വികസനത്തിന് അല്ലെങ്കിൽ പുരോഗതിക്ക് അടിത്തറ പാകിയിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അത് RSS പോലും അംഗീകരിച്ചേക്കുന്ന കാര്യം. RSS ആയാലും BJP ആയാലും അവർ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പൊ കേരളത്തിലൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു അടുപ്പമോ സ്നേഹമോ ഒന്നും അല്ല മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശരിക്കും ബഹുജന പ്രക്ഷോഭമാണ് ഉയർന്നു വരേണ്ടത്. നമുക്കറിയാം, ന്യൂനപക്ഷ കമ്മിറ്റിയിൽ എന്തുകൊണ്ടാണ് ക്രൈസ്തവനെ ഉൾപ്പെടുത്താത്തത്? അത് വലിയ വിഷയമാവുകയും കോടതി തന്നെ 2022 ജോർജ് കുര്യൻ ഒഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ ഒരു ക്രൈസ്തവൻ ഉണ്ടായിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജനപ്രാതിനിധ്യമുള്ള ഒരു സമുദായം തന്നെയാണല്ലോ, ഒരു ന്യൂനപക്ഷ സമുദായം തന്നെയാണ് ക്രൈസ്തവർ. അപ്പോൾ ക്രൈസ്തവരെ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ശക്തമായ പ്രതിഷേധം ഉയർന്നാൽ പോലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊന്നും ഒരു തരത്തിലും BJP തയ്യാറല്ല, ഒരു ഭേദഗതിക്ക് തയ്യാറല്ല എന്നുള്ളതാണ്. ക്രൈസ്തവരെ ന്യൂനപക്ഷ കമ്മീഷനിൽ പോലും ഉൾപ്പെടുത്താത്ത BJPക്ക് വേണ്ടിയിട്ടാണ് ഷോൺ ജോർജും PC ജോർജും ജോർജ് കുര്യനും ഒക്കെ കേരളത്തിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊരു വിരോധാഭാസമാണ്. അല്ല, അത് അവിടെയാണ് ഈ നമ്മൾ ഇതിൽ കാണേണ്ടത്. കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് ദേശീയ നേതാക്കന്മാർക്ക് ക്രൈസ്തവരോടുള്ള താല്പര്യം. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്ത പിതാക്കന്മാരൊക്കെ ഇപ്പം റീതിങ്ക് ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ് ഇത് നമ്മളിൽ പറയേണ്ടതുള്ളത്. അതുകൊണ്ട് BJP എല്ലാ തരത്തിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത് ഇനിയെങ്കിലും സമൂഹം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ BJP വലിയ രീതിയിൽ ഇവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് എന്താണ്? നിങ്ങൾ ഈ പണം വിദേശത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നത് ഇവിടെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് മതപരിവർത്തനം നടത്തി കഴിഞ്ഞാൽ, അതെ, അത് മതപരിവർത്തനം നടത്തി കഴിഞ്ഞാൽ, അതായത് പട്ടികജാതിക്കാരനോ പട്ടികവർഗ്ഗക്കാരനോ മതപരിവർത്തനം നടത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല എന്നുള്ള കോടതി വിധി ഉണ്ടായി. അതെങ്ങനെയാണ് ഉണ്ടായത്? കോടതി എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നത്? സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുത്തു. കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു തീരുമാനം നിയമമാക്കിയോടുകൂടിയാണ് കോടതിക്ക് പോലും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇതേ വിഷയം തന്നെയാണ് നമുക്ക് ഈ FCRAന്റെ ഇതിലുണ്ടാകാൻ പോകുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് നിയമം നടപ്പിലാക്കി പൂർണ്ണമായും ഇത് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ഇത് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അത് കോടതിക്ക് അംഗീകരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. പിന്നെ ഇവിടെ ക്രൈസ്തവർ എന്തെങ്കിലും ഇവിടെ നിന്ന് സമരം ചെയ്തതുകൊണ്ടോ നിരാഹാരം ഇരുന്നതുകൊണ്ടോ ഒന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. അല്ല, ഇതിനകത്ത് ഏറ്റവും മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ചില ആതുരാലയങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഓൾഡ് ഏജ് ഹോമുകൾ, പിന്നെ മെന്റലി ഇതായിട്ടുള്ള ആളുകളെ ചെയ്യുന്ന ഓട്ടിസം ബാധിച്ച ആളുകളെ നോക്കുന്ന സ്ഥലം, ഇവിടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന തുച്ഛമായ ഫണ്ട് കൊണ്ടാണ് ഇവർ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ സ്ഥാപനങ്ങൾക്കൊന്നും ഒരു ഗ്രാൻഡ് നൽകാനൊന്നും കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെ, സർക്കാരിന് ചില പരിമിതികളുണ്ടല്ലോ. പല വിഷയങ്ങളിൽ സർക്കാരിന് പരിമിതി ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരത്തിൽ സംഭാവനകൾ മേടിക്കാനുള്ള അംഗീകാരവും ലൈസൻസും കൊടുത്തിരിക്കുന്നത്. ഈ ലൈസൻസ് പൂർണ്ണമായും കൃത്യമായി, അതായത് 1 രൂപ വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് അതിന് നിരീക്ഷണമുണ്ട്. അത് കൃത്യമായി നിരീക്ഷിച്ച് തന്നെയാണ് ഇവർക്ക് കൈമാറുന്നത്. പിന്നെയും എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നിയമഭേദഗതികൾ ഉണ്ടാക്കുന്ന എന്തിനാണ് പറഞ്ഞാൽ കൃത്യമായും ഈ കയ്യേറ്റം നടത്താൻ തന്നെയാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. അതായത് ഈ സ്ഥാപനങ്ങളിൽ കയ്യേറ്റം നടത്തുക എന്നുള്ള, അവർ ചിലപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആദ്യ പദ്ധതിയൊന്നും നടപ്പിലാക്കുകയില്ല, പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിലും ഈ തരത്തിലുള്ള നിയമം കൃത്യമായി അവർ നടപ്പിലാക്കും. കേരളത്തിന് പുറത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഡൽഹിയിലും മറ്റൊക്കെ നിരവധിയായ സ്ഥാപനങ്ങൾ വേണമെങ്കിൽ ഇവർ ലക്ഷ്യമിട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ ഇത് ഇവർ പിടിച്ചെടുക്കും, ഉറപ്പായും പിടിച്ചെടുക്കും. അതുകൊണ്ട് ഇത് കേവലം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രം വിഷയമല്ല എന്നുള്ളതാണ്. അതായത് ഈ ഫെഡറൽ സംവിധാനമുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാതാക്കി ഞങ്ങൾ പറയുന്ന തരത്തിൽ മാത്രം നിങ്ങൾ ജീവിക്കൂ അല്ലെങ്കിൽ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് ഓരോ സമുദായത്തെയും വരിഞ്ഞു മുറുക്കുന്ന ചില നിയമങ്ങൾ ഇതിന് പിറകെ വരും എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടതുള്ളത്.